ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് 75 ദിവസമാകുന്നു. ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇറാൻ തിരിച്ചടിച്ചത് ഇസ്രയേലിലും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളിലുമാണ്. ഇറാന്റെ മിസൈലുകൾക്ക് അമേരിക്കൻ മണ്ണിൽ എത്താനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടു. ഇറാന്റെ ആക്രമണം സൈനിക കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നില്ല, ജനവാസ മേഖലകളെ വരെ ലക്ഷ്യമിട്ടു. യുദ്ധം നിർത്താൻ അമേരിക്കയ്ക്ക് മേൽ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്നും ഇറാൻ കരുതി. ഇറാൻ പ്രതീക്ഷിച്ച പോലെ അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം വന്നു. പക്ഷേ അതിന് പുല്ലുവിലയാണ് ട്രംപ് നൽകിയത്. അപ്പോൾ വെട്ടിലായത് ഗൾഫ് രാജ്യങ്ങൾ. യുദ്ധം തീരുന്നുമില്ല, ഇറാന്റെ ആക്രമണത്തിന് കുറവും വന്നില്ല. കഴിഞ്ഞ മാസം വെടിനിർത്തൽ നിലവിൽ വന്നതുവരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണകാരികളായ ഡ്രോണുകളും, അതായത് കാമികാസെ ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞെത്തി വൻ നാശം വിതച്ചു. ഇറാന് തിരിച്ചടി കൊടുക്കാനുള്ള ആയുധശേഷിയോ സൈനിക ശക്തിയോ ഗൾഫ് രാജ്യങ്ങൾക്കില്ല, സൗദി അറേബ്യയ്ക്ക് ഒഴികെ. എണ്ണയ്ക്ക് പകരം സുരക്ഷ എന്ന നിലയ്ക്കാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഭൂമി വിട്ടുകൊടുത്തത്. ഇപ്പോൾ ഈ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടത് തന്നെ അമേരിക്കൻ സൈന്യത്തിന് ഇടം കൊടുത്തതിന്റെ പേരിലാണ്. ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന വാക്ക് പക്ഷേ യുദ്ധം തുടങ്ങിയതോടെ അമേരിക്ക മറന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മിസൈലുകളെയും ഡ്രോണുകളെയും ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ വേറെ സംരക്ഷണം അമേരിക്കയിൽ നിന്ന് കിട്ടിയില്ല. ഇറാനെതിരായ ആക്രമണങ്ങളിൽ പങ്കുചേരാൻ സൗദി അറേബ്യ താൽപര്യം കാട്ടി. പക്ഷേ ട്രംപ് അവരെ ഒപ്പം കൂട്ടിയില്ല. ഇറാന്റെ ആക്രമണം തുടർന്നു. ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അഥവാ GCCയിൽ ഭിന്നത ഉടലെടുത്തു. സൗദിയുടെ നിസ്സംഗതയെ UAE ശക്തമായി അപലപിച്ചു. പക്ഷേ അമേരിക്കയുടെ സമ്മതമില്ലാതെ ഇറാനെ ആക്രമിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു സൗദി. വെടിനിർത്തൽ നിലവിൽ വന്ന് 1 മാസം കഴിഞ്ഞു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം UAEയിലേക്ക് മിസൈലുകൾ അയച്ചതല്ലാതെ ഇപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല. പുറമേക്ക് എല്ലാം ശാന്തം. പക്ഷേ വെടിനിർത്തലിന് ഒരാഴ്ച മുൻപ് നടന്ന ഒരു സംഭവം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. 2 ഗൾഫ് രാജ്യങ്ങൾ ഇറാന് തിരിച്ചടി കൊടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ. പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വാർത്തകളാണ്, സംഭവ വികാസങ്ങളാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതല്ലാതെ കൃത്യമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള ഒരു സോഴ്സും നമുക്കാർക്കുമില്ല. അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എന്താണോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം പുറം ലോകത്തെ അറിയിക്കാതെ മാർച്ച് അവസാനം സൗദി അറേബ്യ ഇറാനിൽ വ്യോമാക്രമണം നടത്തി. US ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഗൾഫ് രാജ്യങ്ങളിലെ US താവളങ്ങളിൽ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇറാൻ സൗദിയെയും ആക്രമിച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായിരുന്നു സൗദിയുടേത്. എന്നാൽ ഇറാനിൽ എവിടെയൊക്കെയാണ് സൗദി ആക്രമണം നടത്തിയത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുമില്ല. സൗദി ഇറാനെ ആക്രമിച്ച കാര്യം ആദ്യമായാണ് പുറത്തു വരുന്നത്. UAEയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ US-മായി ദൃഢമായ സൈനിക ബന്ധമുള്ള സൗദി സംരക്ഷണത്തിനായി അവരുടെ സൈന്യത്തെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. എന്നാൽ US നൽകിയ പ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇറാന്റെ മിസൈലുകൾ ഭൂമിയിൽ പതിക്കാൻ തുടങ്ങിയതോടെ സൗദി തിരിച്ചടിച്ചു. ഇറാനെ മുൻകൂട്ടി അറിയിച്ച ശേഷമായിരുന്നു സൗദിയുടെ ആക്രമണം എന്നായിരുന്നു റിപ്പോർട്ട്. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ അതിനുശേഷം ഇറാനുമായി സൗദി പതിവായി ബന്ധപ്പെട്ടു. സൗദിയിലെ ഇറാൻ സ്ഥാനപതി വഴിയും ഇടപെടലുകൾ നടത്തി. അങ്ങനെ സംഘർഷം ലഘൂകരിക്കാൻ 2 രാജ്യങ്ങളും തീരുമാനിച്ചുവെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് പറഞ്ഞത്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടാണ്. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ ഒരു റിപ്പോർട്ട്. പ്രേക്ഷകർ അത് കൃത്യമായി മനസ്സിലാക്കും എന്ന് കരുതുന്നു. മാർച്ച് 22 മുതൽ 31 വരെ ഇറാനിൽ നിന്ന് 105-ലേറെ ഡ്രോണുകളും മിസൈലുകളുമാണ് സൗദിയിൽ എത്തിയിരുന്നത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ഇവയുടെ എണ്ണം 25ആയി ചുരുങ്ങിയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. പാശ്ചാത്യ ഉദ്യോഗസ്ഥരിലും ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത് എന്ന് റോയിട്ടേഴ്സ് വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി സൗദിയോ ഇറാനോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇക്കാര്യം എടുത്തു പറയുകയാണ്. സൗദി അവിടെ ആക്രമണം നടത്തിയ കാര്യം ഇറാൻ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല, നിലവിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് വരെ.
മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സൗദി ആക്രമണങ്ങൾ ഇറാനിയൻ മണ്ണിൽ രാജ്യം നേരിട്ട് സൈനിക നടപടി നടത്തിയതായി അറിയപ്പെടുന്ന ആദ്യ സംഭവമാണ്. പ്രാദേശിക എതിരാളികൾക്കെതിരെ ആക്രമണം നടത്താൻ ധൈര്യപ്പെടുന്നത് സ്വയം പ്രതിരോധിക്കാൻ സൗദി സന്നദ്ധമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ്. സൗദിയുടെയും UAEയുടെയും ആക്രമണങ്ങൾ അമേരിക്കൻ സംരക്ഷണ വാഗ്ദാനത്തിലെ അവിശ്വാസമായും കാണണം. ഇറാനിയൻ ആക്രമണങ്ങളാൽ തകർന്ന ഗൾഫ് രാജാക്കന്മാർ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ആദ്യ തെളിവായി ഇതിനെ കാണാം. പക്ഷേ സൗദിയുടെയും UAEയുടെയും സമീപനം സമാനമായിരുന്നില്ല. UAE തങ്ങളുടെ ഭൂമിയിൽ വരുത്തിയ നാശങ്ങൾക്ക് നഷ്ടപരിഹാരം ഇറാനിൽ നിന്ന് ഈടാക്കാൻ ശ്രമിച്ചു. ഇറാനുമായി അപൂർവമായി മാത്രം നയതന്ത്രത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അതേസമയം സംഘർഷം വഷളാകുന്നത് തടയാൻ സൗദി അറേബ്യ ശ്രമിക്കുകയും ഇറാനുമായി പതിവായി ബന്ധം പുലർത്തുകയും ചെയ്തു. റിയാദിലെ ടെഹ്റാൻ അംബാസിഡർ വഴി ഉൾപ്പെടെ ഈ ഒരു ശ്രമം നടത്തി. ഇറാനുമായി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൽ റോയിട്ടേഴ്സിനോട് സംസാരിച്ച സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സൗദി അറേബ്യയുടെ സ്ഥിരത, സുരക്ഷ, സമൃദ്ധി എന്നിവയ്ക്കായി സംഘർഷം ലഘൂകരിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്നായിരുന്നു. ആക്രമണങ്ങളെക്കുറിച്ച് ഇറാനെ അറിയിച്ച സൗദി അറേബ്യ ഇറാന്റെ ഇനിയുള്ള ആക്രമണങ്ങൾക്ക് ഇതിലും വലിയ തിരിച്ചടി നൽകുമെന്ന ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള ധാരണയിലേക്ക് എത്തിച്ചുവെന്ന് ഇറാനിയൻ പാശ്ചാത്യ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പറഞ്ഞുവെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശത്രുത അവസാനിപ്പിക്കുക, പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിക്കുക, സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് തടയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സംഘർഷം ലഘൂകരിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചുവെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തോടെ ശത്രുതയിലായതാണ് ഇറാനും സൗദി അറേബ്യയും. പശ്ചിമേഷ്യയിലെ പ്രമുഖ ഷിയ സുന്നി മുസ്ലിം ശക്തികളാണ് ഇറാനും സൗദിയും. ഇരുവരും മേഖലയിൽ ഉടനീളമുള്ള സംഘർഷങ്ങളിൽ എതിർ ഗ്രൂപ്പുകളെ പിന്തുണച്ചിട്ടുമുണ്ട്. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ നടന്ന ഒരു സമാധാന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. അതിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിലുള്ള വെടിനിർത്തലും ഉൾപ്പെടുന്നു. ഇറാൻ യുദ്ധം തുടങ്ങി. കപ്പൽ സഞ്ചാരം നിലച്ചപ്പോഴും ചെങ്കടൽ വഴി എണ്ണ കയറ്റുമതി തുടരാൻ സൗദി അറേബ്യയ്ക്ക് കഴിഞ്ഞു. അതിനാൽ ഹോർമൂസ് കടലിടുക്ക് വഴി മാത്രം വ്യാപാരം നടത്താൻ വിധിക്കപ്പെട്ട മറ്റ് ഗൾഫ് രാജ്യങ്ങളെ പോലെ പെട്ടുപോയില്ല. ഒറ്റയ്ക്ക് നിലനിൽക്കാൻ സൗദിക്ക് കഴിഞ്ഞു. കടലിടുക്ക് കഴിഞ്ഞുള്ള ഭാഗത്തെ ഫുജേറ വഴി എണ്ണക്കടത്ത് നടത്താൻ കഴിയുന്നതുകൊണ്ട് UAEക്കും വ്യാപാരം തുടരാനാകുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമാണ് ഇറാന് തിരിച്ചടിയിലൂടെ മുന്നറിയിപ്പ് നൽകിയത് എന്നതും പ്രസക്തമാണ്. സൗദി ഇറാനെ ആക്രമിക്കുന്നതിന് മുൻപ് മുൻ സൗദി ഇന്റലിജൻസ് മേധാവി പ്രിൻസ് തുർക്കി അൽ ഫൈസൽ രാജ്യത്തിന്റെ സഹനശക്തിയെക്കുറിച്ച് സൗദി ഉടമസ്ഥതയിലുള്ള അറബ് ന്യൂസിൽ വാരാന്ത്യത്തിൽ ഒരു ലേഖനം എഴുതി. ഇറാൻ രാജ്യത്തിന്റെ നാശത്തിന്റെ ചൂളയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ നേതൃത്വം അതിന്റെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ വേദനകൾ സഹിക്കാൻ തീരുമാനിച്ചു എന്നാണ് പ്രിൻസ് തുർക്കി അൽ ഫൈസൽ പറഞ്ഞത്. പക്ഷേ മാർച്ച് 19 റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സൗദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞത് ആവശ്യമെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കാനുള്ള അവകാശം രാജ്യത്തിന് നിക്ഷിപ്തമാണ് എന്നായിരുന്നു. അതായത് സഹനത്തിന്റെ സീമകളെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ആക്രമണം ഇറാൻ നടത്തിയപ്പോൾ സൗദി തിരിച്ചടിച്ചു എന്ന് ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരും. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചതായുള്ള അവകാശവാദം UAE തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസാണ് UAE സന്ദർശിച്ച കാര്യം എക്സിലൂടെ അറിയിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചോ ഇസ്രായേലി സൈനിക പ്രതിനിധിയെ സ്വീകരിച്ചതിനെ കുറിച്ചോ ഉള്ള റിപ്പോർട്ടുകൾ നിഷേധിക്കുന്നതായി UAE വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. നെതന്യാഹു UAE സന്ദർശിക്കുകയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായാണ് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരുന്നത്. ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ് ഈ സന്ദർശനം സൃഷ്ടിച്ചത് എന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയതാണ്. നെതന്യാഹുവിന്റെ ഓഫീസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ കണക്ക് പറയിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാനും രംഗത്തെത്തി. ഇറാനിയൻ സുരക്ഷാ വിഭാഗങ്ങൾ നേരത്തെ കൈമാറിയ കാര്യങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ പരസ്യമായി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ചു.